നിങ്ങളുടെ വീടിനുള്ളിൽ തികച്ചും വ്യക്തിപരമായ അന്തരീക്ഷത്തിൽ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ എങ്ങനെയുണ്ടാകും? ആധുനിക യുഗത്തിൽ ഈ ഭയം വെറുമൊരു തോന്നലല്ല, മറിച്ച് നമ്മുടെ കീശയിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ വഴി യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോക്താക്കളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ അവരുടെ അനുവാദമില്ലാതെ റെക്കോർഡ് ചെയ്തുവെന്ന് ആരോപിച്ച് നൽകിയ നിയമയുദ്ധത്തിൽ ഗൂഗിൾ ഇപ്പോൾ $68 ദശലക്ഷം നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായിരിക്കുകയാണ്. സാങ്കേതിക ഭീമന്മാരുടെ കേൾവിശക്തി നമ്മുടെ സ്വകാര്യതയ്ക്ക് മേൽ എത്രത്തോളം വലിയ വെല്ലുവിളി ഉയർത്തുന്നു എന്നതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. സ്മാർട്ട് ഫോണുകളും വോയിസ് അസിസ്റ്റന്റുകളും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമായി മാറിക്കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ഈ ഒത്തുതീർപ്പ് കേവലം ഒരു തുകയുടെ കൈമാറ്റമല്ല, മറിച്ച് ഡിജിറ്റൽ യുഗത്തിലെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ ഡിജിറ്റൽ ലോകത്ത് പരസ്യങ്ങളായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഫോണിന് ചെവിയുണ്ടോ എന്ന് നാം പലപ്പോഴും അതിശയിക്കാറുണ്ട്. ഒരു സുഹൃത്തിനോട് സംസാരിച്ച ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയ ഫീഡുകളിൽ പരസ്യങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ റീലുകളായി വരുന്നത് ഇന്നൊരു സാധാരണ സംഭവമാണ്. ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും എങ്ങനെയാണ് സ്ക്രീനിൽ തെളിയുന്നത് എന്ന അത്ഭുതം പലപ്പോഴും ഉപയോക്താക്കളിൽ ആശങ്ക ജനിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കേവലം ഒരു യാദൃശ്ചികതയല്ല, മറിച്ച് വൻകിട ടെക് കമ്പനികൾ നാം അറിയാതെ നടത്തുന്ന വൻതോതിലുള്ള ഡേറ്റ ശേഖരണത്തിൻ്റെ ഫലമാണ്. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ നിരന്തരം ശബ്ദതരംഗങ്ങൾ വിശകലനം ചെയ്യുകയും അവയിലെ കീവേഡുകൾ ഉപയോഗിച്ച് നമ്മുടെ താൽപ്പര്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നിരീക്ഷണം ഉപയോക്താക്കളുടെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് കാലിഫോർണിയയിലെ കോടതികൾ സമർപ്പിക്കപ്പെട്ട ഹർജി ചൂണ്ടിക്കാട്ടുന്നത്. ഗൂഗിൾ അസിസ്റ്റന്റ്, ആപ്പിളിൻ്റെ സിരി, ആമസോണിൻ്റെ അലക്സ എന്നിവയെല്ലാം നമ്മുടെ ശബ്ദ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. ഹേ ഗൂഗിൾ അല്ലെങ്കിൽ ഓക്കെ ഗൂഗിൾ എന്ന് നാം വിളിക്കുമ്പോൾ മാത്രമാണ് ഇവ സജീവമാകേണ്ടത്. എന്നാൽ പലപ്പോഴും നാം ഈ വാക്കുകൾ ഉപയോഗിക്കാതെ തന്നെ അസിസ്റ്റന്റ് സ്വയം ഉണരുകയും നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെ സാങ്കേതിക ഭാഷയിൽ ഫോൾസ് അക്സെപ്റ്റ്സ് എന്നാണ് വിളിക്കുന്നത്. നാം സംസാരിക്കുന്നതിനിടയിൽ സമാനമായ ശബ്ദമോ വാക്കോ കേൾക്കുമ്പോൾ അസിസ്റ്റന്റ് തെറ്റായി പ്രവർത്തിക്കുകയും തുടർന്നുള്ള സംഭാഷണങ്ങൾ ക്ലൗഡ് സെർവറുകളിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് ഉപയോക്താക്കൾക്ക് തത്സമയം ടാർഗറ്റഡ് പരസ്യങ്ങൾ നൽകാൻ ഗൂഗിൾ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു കോടതിയിലെ പ്രധാന ആരോപണം. 2016 മെയ് മുതൽ ഗൂഗിൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരും ഇത്തരത്തിൽ തെറ്റായ രീതിയിലുള്ള വോയിസ് റെക്കോർഡിങ്ങിന് വിധേയരായവരും ഉൾപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഉപയോക്താക്കളാണ് ഗൂഗിളിനെതിരെ കോടതിയെ സമീപിച്ചത്. സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അത് വാണിജ്യ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് കടുത്ത നിയമലംഘനമാണെന്ന് പരാതിക്കാർ വാദിച്ചു. കാലിഫോർണിയയിലെ സാൻ ജോസ് ഫെഡറൽ കോടതിയിലെത്തിയ ഈ കേസിൽ ഗൂഗിൾ തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എങ്കിലും ദീർഘകാലം നീണ്ടുനിൽക്കുന്ന നിയമ നടപടികളുടെ ചെലവും അനിശ്ചിതത്വവും ഒഴിവാക്കാനാണ് ഇപ്പോൾ $68 ദശലക്ഷം നൽകി ഒത്തുതീർപ്പിന് കമ്പനി തയ്യാറായത്. ഇതിനു മുമ്പ് ആപ്പിളും സമാനമായ സാഹചര്യത്തിൽ $95 ദശലക്ഷം നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായിരുന്നു എന്നതും ഈ കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് വോയിസ് അസിസ്റ്റന്റുകൾ ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നത് സാങ്കേതികമായ ചില ന്യായീകരണങ്ങൾ കമ്പനികൾ നിരത്താറുണ്ട്. നമ്മുടെ സംഭാഷണങ്ങളിലെ ചില വാക്കുകൾ അസിസ്റ്റന്റിനെ ഉണർത്താൻ ഉപയോഗിക്കുന്ന കീവേഡുകളായി സാമ്യമുള്ളവയാകാം. ഉദാഹരണത്തിന് ടിവിയിൽ നിന്നോ റേഡിയോയിൽ നിന്നോ വരുന്ന ചില ശബ്ദങ്ങൾ പോലും അസിസ്റ്റന്റിനെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ അബദ്ധത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന സംഭാഷണങ്ങൾ ഉടനടി നശിപ്പിച്ച് കളയുന്നതിന് പകരം അവ സൂക്ഷിച്ചു വെക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രശ്നം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ കൃത്യതയോടെ പ്രവർത്തിക്കാൻ ഈ ഡേറ്റ ആവശ്യമാണെന്ന് കമ്പനികൾ വാദിക്കുമ്പോഴും അത് ഉപയോക്താവിൻ്റെ സ്വകാര്യതയെ ഹനിച്ചുകൊണ്ടുള്ളതാകരുത് എന്ന കർശന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ഡിജിറ്റൽ ലോകത്തെ പുതിയ എണ്ണയോ സ്വർണമോ ആണെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കമ്പനികൾക്ക് നമ്മുടെ താൽപ്പര്യങ്ങൾ സൂക്ഷ്മമായി അറിയാൻ കഴിഞ്ഞാൽ മാത്രമേ കോടിക്കണക്കിന് രൂപയുടെ പരസ്യ വിപണി നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കൂ. നിങ്ങൾ ഒരു പുതിയ വീട് വാങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചതിന് പിന്നാലെ നിങ്ങളുടെ ഫോണിൽ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് യാദൃശ്ചികമല്ല. വോയിസ് അസിസ്റ്റന്റുകൾ വഴി ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ പലപ്പോഴും ഇത്തരം പരസ്യങ്ങളുടെ അടിത്തറയാണ്. ഈ രീതിയിലുള്ള ഡേറ്റ ശേഖരണം വ്യക്തികളുടെ സ്വകാര്യ ഇടങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് മാത്രമല്ല, ഉപയോക്താക്കളുടെ തീരുമാനങ്ങളെ അദൃശ്യമായി സ്വാധീനിക്കാൻ വൻകിട കമ്പനികളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതൊരു ജനാധിപത്യ സമൂഹത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടുത്ത വെല്ലുവിളിയാണ്. ഗൂഗിളിൻ്റെ ഈ ഒത്തുതീർപ്പ് വിധി വരാനിരിക്കുന്ന കൂടുതൽ സുതാര്യമായ ഒരു ഡിജിറ്റൽ സംസ്കാരത്തിന് വഴിതെളിക്കും എന്നതിൽ സംശയമില്ല. എങ്കിലും ഓരോ ഉപയോക്താവും സ്വന്തം നിലയിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിലെ സെറ്റിംഗ്സിലൂടെ വോയിസ് റെക്കോർഡിംഗ് സംവിധാനം നിയന്ത്രിക്കാൻ സാധിക്കും. ഗൂഗിൾ ആപ്പിലെ ഡേറ്റ ആൻഡ് പ്രൈവസി ടാബിനുള്ളിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി വിഭാഗത്തിൽ പോയി
വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി ഓഫ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ സ്മാർട്ട് ഫോണിലെ ഓരോ ആപ്പിനും നൽകിയിട്ടുള്ള മൈക്രോഫോൺ പെർമിഷനുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുന്നതും ആവശ്യമില്ലാത്തവ റദ്ദാക്കുന്നതും സുരക്ഷ വർദ്ധിപ്പിക്കും. സാങ്കേതികവിദ്യ നമുക്ക് നൽകുന്ന സൗകര്യങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വകാര്യത വിട്ടുകൊടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഗൂഗിളിന് $68 ദശലക്ഷം എന്നത് ഒരു വലിയ തുകയല്ലായിരിക്കാം. എന്നാൽ ആഗോളതലത്തിൽ ഈ വിധി ഉയർത്തുന്ന സന്ദേശം വളരെ വലുതാണ്. ഉപയോക്താക്കളുടെ ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിൽ കമ്പനികൾക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്നും നിയമലംഘനങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും ഇത് തെളിയിക്കുന്നു. നമ്മുടെ വാക്കുകൾ നമുക്ക് മാത്രമുള്ളതാകട്ടെ. അത് അദൃശ്യമായ കാതുകൾ വഴി വൻകിട കമ്പനികളുടെ ലാഭമായി മാറാൻ നാം അനുവദിക്കരുത്. സാങ്കേതികവിദ്യ ഒരു സഹായിയായി മാത്രം നിലനിൽക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു ചാരനാകാൻ നാം സമ്മതിക്കരുത്. കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമായ ഒരു ഡിജിറ്റൽ ഭാവി കെട്ടിപ്പടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ജാഗ്രതയോടെ പങ്കുചേരാം.